അർമാന്റെ മടിയിലിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ കണ്ട് അല്ലുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അവൾ ധൃതി പിടിച്ച് എഴുന്നേൽക്കാനൊരുങ്ങിയതും അർമാൻ അവളെ തടഞ്ഞു. കുഞ്ഞിനെ അവളുടെ അരികിലേക്ക് അടുപ്പിച്ചതും അവൾ കുഞ്ഞിൻ്റെ ഇരു കവിളിലും മാറി മാറി ചുംബിച്ചു. അതിനിടയിൽ അവളുടെ നോട്ട് അവനിലേക്ക് നീണ്ടതും അവൻ കണ്ണിൽ പ്രണയം നിറച്ച് അവളെയൊന്ന് നോക്കി. ഇരുവരും ഒരു നിമിഷം കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. അതെ, ഈ കണ്ണും കണ്ണൊക്കെയും വീട്ടിൽ പോയിട്ട് നോക്കിയാൽ പോരെ എന്നുള്ള ആശയുടെ ചോദ്യം കേട്ടതും അവൾ ചമ്മലോടെ നോട്ടം മാറ്റിക്കളഞ്ഞു. അല്ലു, എന്താ നിനക്ക് പറ്റിയേ? നീ ആരെങ്കിലും കണ്ടു ഭയന്നോ? ആശയുടെ ചോദ്യം കേട്ട് അവൾ അർമാനെ നോക്കി. എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറഞ്ഞു. നീ ആരെയും പേടിക്കണ്ട, ഞങ്ങളൊക്കെ നിന്റെ കൂടെ തന്നെ ഉണ്ട്. അർമാൻ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ടെന്ന് പറഞ്ഞതും അവളുടെ കണ്ണ് നിറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ആ ഡോക്ടർ, എനിക്ക് ഓർമ്മകൾ നഷ്ടപ്പെടുന്ന ടാബ്ലറ്റ് തന്ന ഡോക്ടർ, ആ ഡോക്ടറെ ഞാൻ നേരത്തെ അവിടെ വെച്ച് കണ്ടിരുന്നു. ഷെറിൻ പോയ അതേ ATM കൗണ്ടറിനകത്തേക്ക് അവരും കയറിപ്പോകുന്നത് ഞാൻ കണ്ടതാ. അല്ലു പറഞ്ഞത് കേട്ടതും മൂവരും ഞെട്ടലോടെ പരസ്പരം മുഖത്തേക്ക് നോക്കി. അല്ലു, അഹല്യാമാവിൻ്റെ കാര്യമാണോ താനീ പറയുന്നേ? ആ സമയത്ത് അവര് മാത്രം അവിടെ വന്നിട്ടുള്ളൂ. ഷെറിൻ അല്ലുവിനെ നോക്കി ചോദിച്ചു. അഹല്യ മാമോ? അതാരാ? ഷെറിൻ, അവരെ നിനക്കറിയോ? അർമാൻ ഷെറിനോട് ചോദിച്ചു. ഞാൻ ബാംഗ്ലൂരിൽ ഹൗസ് സർജൻസി ചെയ്യുമ്പോൾ മാഡം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മാം ഗൈനക് സ്പെഷ്യലിസ്റ്റാണ്, നല്ല ഡോക്ടറാ. ഇവിടെ എന്തോ ഒരു ആവശ്യത്തിന് വന്നതാണെന്ന്, ഒരാഴ്ച കാണുമെന്നും പറഞ്ഞു. എന്താ മിക്ക? ഷെറിൻ കാര്യം മനസ്സിലാവാതെ അർമാനെ നോക്കി. നിന്റെ കയ്യിൽ അവരുടെ നമ്പറുണ്ടോ? അർമാൻ ചോദിച്ചു. ഇല്ലല്ലോ മിക്ക, പക്ഷേ ആള് താമസിക്കുന്നതേ ഇവിടെ പിൻവാലിയിലാണ്. എന്താ മിക്ക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെറിയൊരു പ്രശ്നമുണ്ട്, നീ ഇങ്ങ് വന്നേ, ഞാൻ പറയാം. ഷെറിനോടെന്ന പോലെ ആശ പറഞ്ഞു. അമൻ, ഈ കാര്യം എനിക്ക് വിട്ടേക്ക്, നീ അല്ലുവിനെ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നിന്ന് ഇറങ്ങിയ വിളിക്ക്, ഞാൻ രാത്രി വീട്ടിലേക്ക് വരാമെന്നും പറഞ്ഞ് ആഷി ഷെറിനെയും കൂട്ടി പുറത്തേക്ക് നടന്നു. ആഷി പോയതും അർമാൻ ഡോറടച്ച് ലോക്കിട്ട് അവളുടെ അരികിൽ വന്നിരുന്നു. നിനക്ക് വിശക്കുന്നില്ലേ? ഭക്ഷണം എടുത്ത് തരട്ടെ? അർമാന്റെ ചോദ്യം കേട്ട് അവൾ വേണ്ടെന്ന് പറഞ്ഞു. അതെന്താ വേണ്ടാത്തെ? നേരാവണ്ണം ഒന്നും കഴിക്കില്ല, അതുകൊണ്ടല്ല ഇങ്ങനെ തളർച്ച വരുന്നത്. അർമാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ അവളെ ശാസിച്ചു. മോക്ക് വിശക്കുന്നുണ്ടാവും, ഒരുപാട് നേരമല്ലേ, നീ മുഖക്കും വാടിയിരിക്കുക. മോളെ ഇവിടെ ഒന്ന് കിടത്തുന്നേ. അവളത് പറഞ്ഞതും അവൻ കൂടുതലൊന്നും പറയാതെ കുഞ്ഞിനെ അവളുടെ അരികെ കിടത്തി കയ്യിലെ നീര് വകവെക്കാതെ അവൾ കുഞ്ഞിനെ തന്നോട് അടുപ്പിച്ചു. അവളുടെ പ്രവൃത്തി മുൻകൂട്ടി കണ്ട അർമാൻ അവളുടെ ഡ്രസ്സ് മാറ്റി ഫീഡ് ചെയ്യാൻ സഹായിച്ചതും അവൻ്റെ പ്രവൃത്തിയിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അത് കണ്ട് എന്താ എന്ന പോലെ അവൻ പുരികം പൊക്കിയതും അവൾ ഒന്നുമില്ലെന്ന പോലെ തലയണക്കി. അതെ, മോൾക്ക് മാത്രമല്ല, മോളുടെ പപ്പയ്ക്കും അവകാശപ്പെട്ടത് തന്നെയായത് എന്നും പറഞ്ഞ് അവളുടെ കവളിൽ ചുംബിച്ചു. തൊട്ടരികിലെ സെറ്റിയിൽ വന്നിരുന്നു ഫോണിൽ ശ്രദ്ധ കൊടുത്തതും അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞു. ഇടയ്ക്കിടെ തന്നിലേക്ക് നീളുന്ന അവൻ്റെ കള്ളനോട്ടം കണ്ടില്ലെന്ന് നടിച്ചു അവൾ തൻ്റെ പ്രവൃത്തി തുടർന്നു. വൈകുന്നേരം ആയതും ഡ്രിപ്പൊക്കെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞതും ഷെറിൻ ഡോക്ടർ മീരയുമായി വന്നു. അവർ അല്ലുവിനെ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി. 6 മണിയൊക്കെ ആയതും അർമാൻ അല്ലുവുമായി അവിടെ നിന്ന് മടങ്ങി. താൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ അവൻ പ്രത്യേകം മുൻകരുതൽ എടുത്തിരുന്നു. വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ അർമാൻ ആശയുമായി ഫോണിൽ സംസാരിച്ചു. ഫോണിൻ്റെ ബാറ്ററി ലോ ആണെന്ന് കണ്ടതും കോൾ കട്ട് ചെയ്യുകയാണെന്നും ആശയോട് വീട്ടിലേക്ക് വരാനും പറഞ്ഞ അർമാൻ കോൾ അവസാനിപ്പിച്ചു. ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കാറിലെ ചാർജിങ് കേബിൾ കട്ടായി കിടക്കുന്നത് അവൻ കാണുന്നത്. ഷടാ, ഇതെന്ത് പറ്റിയതാ? രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇനിയിപ്പോൾ ആശയുടെ പണി വല്ലതാണോ? ആയിരിക്കും, തെണ്ടി എന്നും പറഞ്ഞ അർമാൻ ആശയെ പ്രാകുന്നത് കണ്ടതും അല്ലുവിന് കുറ്റബോധം തോന്നി. ആശയ്ക്ക് അങ്ങനെ ചെയ്യുമോ? നമ്മളൊരു കാര്യം നേരിട്ട് കാണാതെ ആരെയും കുറ്റപ്പെടുത്തരുത്, അല്ലു ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അപ്പൊ പിന്നെ നീ ആയിരിക്കും, അർമാൻ പറഞ്ഞു. ഞാനോ? ഞാനെങ്ങുമല്ല. ഞാനെന്തിനങ്ങനെ ചെയ്യണം? ഞാനേ ഈ വയറ് കാണുന്നത് പോലും ഇപ്പോഴാ. അല്ലു നൈസായിട്ട് സ്കൂട്ടായി. ആണല്ലോ, എന്നാലേ അവിടെ മിണ്ടാതിരുന്നോ. അവനെ സപ്പോർട്ട് ചെയ്യാൻ വരണമെന്നില്ല. എൻ്റെ കൂട്ടുകാരനാണെങ്കിലും അവൻ മഹാകൂതറയാ. ആര് പറഞ്ഞു ആശയ്ക്കൊരു പാവ? ഇയാളാണ് കൂതറ. അവളുടെ പറച്ചിൽ കേട്ടതും അർമാൻ അവളെ കൂർപ്പിച്ചു നോക്കി. വീട്ടിലെത്തി അല്ലു കുഞ്ഞിനെ കുളിപ്പിച്ച് ഫ്രഷാക്കി ഉറക്കാനായി ചെന്നു. അല്ലുവിൻ്റെ പ്രവർത്തികളൊക്കെയും വീക്ഷിച്ചുകൊണ്ട് അർമാൻ തൊട്ടരികിൽ തന്നെയുണ്ട്. അവൻ തൻ്റെ വാച്ച് അഴിച്ചു മാറ്റുന്നുണ്ട്. അതിനിടയിൽ വാർഡ്രോബിൽ നിന്ന് ഒരു നൈറ്റ് വെയർ എടുത്ത് കൈ പിടിച്ചു അവളുടെ അരികിലേക്ക് നടന്നു.
ഇന്നെനിക്ക് നിന്നെ ശരിക്കും ഒന്ന് സ്നേഹിക്കണം, ഫ്രഷായി ഇതിട്ടാൽ മതി എന്നും പറഞ്ഞ് ഡ്രസ്സ് ബെഡിൽ വെച്ചതും അവളെ മെഴിഞ്ഞ കണ്ണാലെ അവനെ നോക്കി. അപ്പോഴേക്കും കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടു. ആശയായിരിക്കും താനിപ്പോൾ വരാം എന്നും പറഞ്ഞ അർമാൻ താഴേക്ക് നടന്നു. ഊഹം തെറ്റിയില്ല, ആശ തന്നെയായിരുന്നു അത്. ആശയുമായി സംസാരിക്കാനായി അർമാൻ പുറത്തെ ഗാർഡനിലേക്ക് നടന്നു. നീ പോയ കാര്യം എന്തായി? അർമാൻ സംസാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഞാൻ നേരത്തെ ഷൊറിൻ്റെ കൂടെ അവരുടെ ഫ്ലാറ്റിലേക്ക് ചെന്നിരുന്നു. ആദ്യം കാഷ്വലായി സംസാരിച്ചു, പിന്നീട് വിഷയത്തിലേക്ക് വന്നു. അല്ലുവിൻ്റെ ഫോട്ടോ കാട്ടി ഈ കുട്ടിയെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണും പിള്ള പരിചയമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. പക്ഷേ അവരുടെ മുഖത്തെ ആ ഭയം അതിനിൽ സംശയം നിറച്ചു. ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയതും അവർ വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി. ഞാൻ അവരെ ഫോളോ ചെയ്ത് പിന്നാലെ ചെന്നതാ. അതിനിടയിൽ എൻ്റെ വണ്ടി ട്രാഫിക്ക് പെട്ടു. അതിനാൽ പിന്നീട് അവരുടെ നീക്കങ്ങൾ അറിയാൻ പറ്റിയില്ല. ഞാൻ നമ്മുടെ പിള്ളേരെ വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. തിരികെ ഫ്ലാറ്റിലേക്ക് വരും വഴി അവന്മാരെ ഡോക്ടറെ പൊക്കി. ഇതുവരെ പെണ്ണും പിള്ള വാ തുറന്നിട്ടില്ല. ആഷ അത്രയും പറഞ്ഞു നിർത്തി. നമുക്ക് നാളെ അവിടം വരെ ഒന്ന് പോവണം. സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം, അർമാൻ വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. അമൻ, ഇനി നമുക്കറിയേണ്ടത് നിന്നെ ചതിച്ചതിന് പിന്നിൽ ആരൊക്കെയാണെന്നാണ്. അതിനാദ്യം ജീവനിൽ നിന്ന് തുടങ്ങണം. അന്ന് രാത്രി നിന്നെ മൂക്കറ്റം കുടിപ്പിച്ചതേ അവനാണ്. ആ രാത്രി തന്നെ അവനിട്ട് പൊട്ടിക്കാൻ തോന്നിയതാ. പിന്നെ അവൻ പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? സനയുടെ സൂയിസൈഡ് വെറും ഡ്രാമ ആയിരുന്നു എന്ന്. എന്തിനവളത് ചെയ്തു? എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്, ആഷ പറഞ്ഞു. എനിക്കും. ഇതിന് പിന്നിൽ ആരൊക്കെയാണെങ്കിലും അവർക്കുള്ള പണി ഞാൻ കൊടുത്തിരിക്കും. അർമാൻ്റെ കണ്ണിൽ അഗ്നി എരിഞ്ഞു. ആഷി, ഞാൻ നമ്മുടെ സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങിയിട്ടോ. അല്ലുവിനെ എൻ്റെ മുറിയിൽ എത്തിച്ചത് പിന്നെ ഡെലിവറി കഴിഞ്ഞ അല്ലു എങ്ങനെ മിസ്സായി. ഈ 2 ഭാഗം പെൻഡിങ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്യാൻ സത്യം അറിഞ്ഞാൽ മതിയാവും. ശേഷം നമുക്ക് ഷൂട്ട് ഉടനെ ആരംഭിക്കണം. അർമാൻ പറഞ്ഞത് കേട്ടതും ആഷ ഒന്ന് അമർത്തി മൂളി. എത്രയും പെട്ടെന്ന് പടത്തിൻ്റെ ട്രെയിലർ ഇറക്കി ഒരു പത്രസമ്മേളനം സംഘടിപ്പിച്ചു. പടത്തിന് ഒരു പോസിറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കണം. പടം ഇറങ്ങാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആഷ പറഞ്ഞു. നായിക ന്യൂ ഫേസ് മതി. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നാളെയോ മറ്റന്നാളോ ഓഡിഷൻ നടത്താം. അർമാൻ പറഞ്ഞതിനോട് ആഷ യോജിച്ചു. ശേഷം ഇരുവരും കുറച്ചു നേരം മൗനം പാലിച്ചു. ഡോക്ടർ എന്ത് പറഞ്ഞു? ആഷയാണ് പിന്നീട് അത് ചോദിച്ചത്. എന്ത് പറയാൻ, ഡോക്ടർ അവളോട് ഒരുപാട് നേരം സംസാരിച്ചു. 3-4 കൗൺസിലിംഗ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കുഞ്ഞുള്ളതുകൊണ്ട് മെഡിസിൻ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കുറച്ച് സമയമെടുക്കുമെന്നും പറഞ്ഞു. അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള മരുന്നാണ് അവരവൾക്ക് കൊടുത്തത്. അവളുടെ ജീവൻ വരെ അപകടത്തിലായേനെ. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്തെങ്കിലും വീണ്ടും നടക്കുകയോ അത് മനസ്സിൽ തട്ടുകയോ ചെയ്താൽ ഒരു പക്ഷെ അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയേക്കാന്നും ഡോക്ടർ സൂചിപ്പിച്ചിട്ടുണ്ട്. അർമാൻ അത്രയും പറഞ്ഞു നിർത്തി. എടാ അമൻ, എന്നാ ഞാനൊരു കാര്യം പറയട്ടെ? എന്താ? നമുക്ക് നിന്റെ നായികയായിട്ട് അല്ലുവിനെ തന്നെ കാസ്റ്റ് ചെയ്താലോ? നിനക്കെന്താടാ പ്രാന്താ? അവൾക്കതിനെ അഭിനയിക്കാൻ വല്ലതും അറിയോ? അവൾ അല്ലുവായി അഭിനയിക്കുകയല്ല, ജീവിച്ചോളും. നമ്മളിവിടെ കഴിഞ്ഞു പോയതൊക്കെ റീക്രിയേറ്റ് ചെയ്യുകയല്ലേ. ഓരോ സീനിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷെ അവൾക്ക് എന്തെങ്കിലും ഒന്ന് സ്ട്രൈക്ക് ചെയ്താലോ? അമൻ, നമുക്കൊന്ന് ട്രൈ ചെയ്യുന്നതിലെന്താ? എന്തോ എനിക്കിത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. എടാ, നിനക്ക് അവളെ പഴയ അല്ലുവായി കാണണ്ടേ? ആഷി, നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ അവൾ അഭിനയിക്കാൻ തയ്യാറാവോ? അർമാന് സംശയം. തയ്യാറാവും, അല്ലെങ്കിലേ നമ്മൾ തയ്യാറാക്കിപ്പിക്കും. എങ്ങനെ? അർമാൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചതും വാ പറയാന്നും പറഞ്ഞ ആഷി അർമാന്റെ തോളിൽ കയറ്റി മുന്നോട്ട് നടന്നു. ഇതേ സമയം കുഞ്ഞിനെ ഉറക്കി കഴിഞ്ഞാലും മേലെ കഴുകാനായി വാഷ്റൂമിലേക്ക് നടന്നു. അർമാൻ നൽകിയ ഡ്രസ്സ് കയ്യിലെടുത്ത് നോക്കി. സാറ്റിൻ മെറ്റീരിയലിലുള്ള നൈറ്റി ആയിരുന്നു അത്. സ്ട്രാപ്പ് സ്ലീവ് വരുന്ന നൈറ്റി, അതിന് മേലെയായി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലോങ് ഓവർ കോട്ട്. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി വാഷ്റൂമിൽ എവിടെയെങ്കിലും വീണ് നാശാവരുതല്ലോ എന്ന് കരുതി പുറമേയുള്ള കോട്ട് ബെഡിൽ വെച്ച് അവൾ വാഷ്റൂമിലേക്ക് നടന്നു. അർമാനുമായുള്ള സംസാരം കഴിഞ്ഞ് ആഷ അവിടെ നിന്ന് മടങ്ങി. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അർമാൻ മുറിയിലേക്ക് നടന്നു. മുറിയുടെ ഡോർ അടഞ്ഞു കിടക്കുന്നുണ്ട്. ഡോർ തുറന്ന് അവൻ അകത്ത് കയറി. കുഞ്ഞുറങ്ങുന്നതിനാൽ മുറിയിൽ ഡിം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ കൈയെടുത്ത് ചുംബിച്ചു അവൻ ബെഡിൽ വന്നിരുന്നു. താൻ കൊടുത്ത ഡ്രസ്സിൻ്റെ ഓവർകോട്ട് മാത്രം ബെഡിൽ കിടക്കുന്നത് കണ്ടതും മനസ്സിൽ 5-6 തവണ ലെഡ് പൊട്ടിയ ഫീലോടെ അവൻ്റെ കണ്ണുകൾ വിടർന്നു. അതെടുത്ത് തലയണയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചു TV ഓൺ ചെയ്ത്
താൻ അഭിനയിച്ച മൂവിയുടെ സോങ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആഷിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നത്. വാഷ്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ സോങ് പ്ലേ ചെയ്തു. ശബ്ദം ഇത്തിരി കൂട്ടിവെച്ചു. വള്ളിക്കൈയുള്ള നൈറ്റിയും ധരിച്ചു വരുന്ന അല്ലുവിനെ കണ്ടതും അവൻ്റെ കണ്ണുകൾ ഒന്നുകൂടെ തിളങ്ങി. മുറിയിൽ അർമാനെ കണ്ടതും അവൾ നാണത്തോടെ തൻ്റെ തലയിൽ കെട്ടിയ ടവലെടുത്ത് തോളിലേക്കിട്ട് ദേഹം മറച്ചതും അവൻ്റെ മുഖം മങ്ങി. അന്നേരം അവൻ അവളെ ശ്രദ്ധിക്കാതെ ടിവിയുടെ വോളിയം അല്പം കൂട്ടിവെച്ച് പാട്ടിലേക്ക് ശ്രദ്ധ കൊടുത്തു. അർമാൻ അഭിനയിച്ച മൂവിയുടെ സോങ് ആണെന്നത് ശ്രദ്ധിക്കാതെ അവൾ മറ്റൊരു ടവലെടുത്ത് തല തുടയ്ക്കുന്നുണ്ട്. ഇവളെന്തെങ്ങനെ നോക്കുന്നില്ലല്ലോ, അർമാൻ ചിന്തിച്ചു. അവളുടെ ശ്രദ്ധ ടിവിയിലേക്ക് എത്തും വിധത്തിൽ അവൻ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. അല്ലു, ദേ ഇങ്ങോട്ട് നോക്കിക്കേ, ദേ ഇവളെ നമ്മുടെ പുതിയ മൂവിയിലേക്ക് ഹീറോയിനാകാൻ കൊള്ളോ? എനിക്ക് തോന്നുന്നു അല്ലുവാകാൻ ഇവളായിരിക്കും പെർഫെക്റ്റ് എന്ന്. എന്താ നിന്റെ അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ ഇവളുടെ ബോഡി ലാംഗ്വേജൊക്കെയും കറക്റ്റാണ്. സത്യം പറയാലോ, ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴേ എനിക്ക് ഇവളോടെ ഒരു ക്രഷൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് അസ്ഥാന കയറി വരുന്നത്. അവളോട് എനിക്ക് വലിയ പ്രേമൊന്നുമില്ലായിരുന്നു. ഷാക്കിർ സാറിൻ്റെ അനന്തരവളാണല്ലോ എന്ന് കരുതി അവൾ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ എസ് പറഞ്ഞു. അവൾ ഇങ്ങോട്ട് വല്ലപ്പോഴും ഉമ്മ തരും, പക്ഷേ ഞാൻ അങ്ങോട്ട് പോയി ഉമ്മിച്ചിട്ടില്ല കേട്ടോ. അർമാൻ പറഞ്ഞത് കേട്ടത് മല്ലുവിൻ്റെ മുഖം വാടി. അതെ, ഞാൻ കിസ് തന്നതേ നിനക്ക് മാത്രമാണ് കേട്ടോ. അല്ലുവിൻ്റെ മുഖത്തെ വാട്ടം കണ്ട് വിഷമം തോന്നിയ അവൻ പറഞ്ഞു. നമ്മളെ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിരിക്കുന്നു. അല്ല, നമ്മൾ എന്താ പറഞ്ഞു വന്നത്? യെസ്, ലവൾ അമയ ശർമ്മ. ലവൾ അല്ലുവാക്കിയ എങ്ങനെയിരിക്കും പറ? അർമാൻ വാതോരാതെ ഓരോന്ന് പറയുന്നുണ്ട്. അല്ലുവിൻ്റെ കണ്ണുകൾ ടിവിയിലേക്ക് നീണ്ടതും ലവൾ കുട്ടിയുടുപ്പിട്ട് അർമാനൊത്ത് പട്ടിഷോ നടത്തുന്നുണ്ട്. ഇത് കണ്ട് അല്ലുവിൻ്റെ മുഖം ചൊളിഞ്ഞു. അവൾ മറുപടിയൊന്നും പറയാതെ അമ്മയെ മനസ്സിൽ പ്രാഗിക്കൊന്ന് 16ന്റെ സദ്യയും വിളമ്പി തൻ്റെ തലയിലെ ടവലെടുത്ത് സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞു. തോള് മറച്ച ആ ടവൽ കൂടി വലിച്ചെറിഞ്ഞിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് സീൻ പിടിക്കാൻ എന്നും മനസ്സിൽ പറഞ്ഞ അർമാൻ വീണ്ടും അമ്മയെ പുകഴ്ത്താൻ തുടങ്ങി. അമ്മയ്ക്ക് മോഡേൺ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ടല്ലേ? നാടനും ചേരും. ആ ഫിഗർ കണ്ടാ, ഓഫ്, കയ്യില്ലാത്ത ഉടുപ്പും സിൽക്ക് പോലത്തെ ബോഡിയും പിന്നെ ആ മുടി കൂടി അങ്ങനെ കെട്ടിവെച്ചതും കൂടി കണ്ട എന്തൊരു ലുക്കാണെന്നോ. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തല തുടക്കുന്ന അല്ലുവിന് ഇത്തവണ ശരിക്കും പൊള്ളി. നേരെ ഈഗോയോടെ അവൾ തൻ്റെ മേലെ നിന്നും ടവലെടുത്ത് മാറ്റി തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി കോൺഫിഡൻസോട് കൂടി ബെഡിനരികിലേക്ക് നടന്നു. അടിച്ചു മോനെ എന്നും മനസ്സിൽ പറഞ്ഞ അർമാൻ ഓളി കണ്ടിട്ട് സീനും പിടിച്ച് നല്ലവനായ ഉണ്ണിയായി ഇരിക്കുന്ന നേരത്താണ് അവൾ ബെഡിൽ തപ്പിക്കളിക്കുന്നത്. കാര്യം മനസ്സിലായ അർമാൻ ഷോൾ ഒളിപ്പിച്ചു വെച്ച പില്ലോയ്ക്ക് മേലെ ഒന്നുകൂടി അമർന്ന് അവളോട് കാര്യം തിരക്കി. ഇത് ഒന്നും അറിയാത്ത ആറ്റിറ്റ്യൂഡ്. അത് പിന്നെ ഈ നൈറ്റിയുടെ പുറമേടുന്ന കോട്ട് ഞാനിവിടെ വെച്ചതാണല്ലോ എന്നും പറഞ്ഞവൾ പരതലോട് പരതൽ. അവൾ കുനിഞ്ഞു നിൽക്കുന്നതിനാൽ കാര്യം തിരക്കുമ്പോൾ കണ്ണുകൾ കാരണമില്ലാതെ കളം മാറി ചവിട്ടുന്നുണ്ട്. എവിടെ? ഇതവിടെ തന്നെ, ഇതതിൻ്റെ തപ്പുറത്ത്. ഈഗോ മണ്ടായി കയറി കുത്തിയിരിക്കുന്നത് കൊണ്ടാണോന്നറിയില്ല. നമ്മുടെ ഈഗോയിസ്റ്റ് അല്ലു മുടി പിറകിലോട്ടിട്ടതും എൻ്റെ സാറേ, നമ്മുടെ സിനിമാ നടനെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ലെന്ന്. തട്ടത്തിൻ മറയത്തിലെ BGM ഇട്ട് ഓളുടെ കൂടെ ഡ്യൂറ്റ് അടിക്കാൻ മുട്ടി നിൽക്കുന്ന നേരത്താണ് ആഷി പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. ഇനി എങ്ങോട്ട് മറ്റ് പെണ്ണുങ്ങളുടെ കൂടെ അഭിനയിച്ച ഇവളെ എൻ്റെ മുട്ടുകാലി തള്ളിയൊടിക്കുന്ന സ്റ്റേജിലെത്തണം. അമ്മാതിരി വെറുപ്പിക്കൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം പോലും. ആഷിയുടെ മാസ്റ്റർ പ്ലാനാണിത്. എന്താവോ എന്തോ. അതിനുവേണ്ടിയാണ് ഭാര്യയുടെ മുന്നിൽ വെച്ച് മറ്റ് പെണ്ണുങ്ങളെ പുകഴ്ത്തുന്നത്, അല്ലാതെ തനിക്കിഷ്ടമുണ്ടായിട്ടല്ല. എൻ്റെ ഒരു ഗതികേട്. ഞാനിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് അവസാനം ഇവള് വീണ്ടും എന്നെ ഇട്ടേച്ച് പോയി. ഞാൻ മുടിയും താടിയും വളർത്തി മാനസമയിനെ പാടി നടക്കേണ്ടി വരുമോ പടച്ചോനെ? അതെന്താ ബ്രേക്കപ്പായ ആണുങ്ങളുടെ മുടിയും താടിയും പന പോലെ വളരുന്നേ? അതിന് പിന്നിലെ ശാസ്ത്രീയ വശം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ലവന്മാർക്ക് താടിയും മുടിയും വെട്ടിക്കൊടുത്തിരുന്നത് ലവളുമാരായിരിക്കോ? എന്തായാലും കട്ടത്താടി വേണേലേ. 2-3 ബ്രേക്കപ്പൊക്കെ ആവാം എന്ന് സാരം. ഓഹ്, ഞാൻ പിന്നെയും വിഷയത്തിൽ നിന്ന് തന്നെ മാറി. തൽക്കാലം ആഷിയുടെ പ്ലാനിൻ്റെ ഭാഗമായി അമ്മയുടെ ബിക്കിനി ഡാൻസ് വെച്ച് അവളുടെ ഈഗോ ഒന്നുകൂടെ കൂട്ടിയാലോ. ഇനിയിപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഇവളെങ്ങാനും ബിക്കിനിയിൽ വന്നാലോ. ഓഹ്, ഒരു വെടിക്ക് 2 പക്ഷി. അങ്ങനെ അർമാൻ ലോകത്തെ മുഴുവൻ ബിക്കിനിയോളികളെയും മനസ്സിൽ ധ്യാനിച്ച് ഒരു ബിക്കിനിനായിട്ടും സ്വപ്നം കണ്ട് അമേയ ശർമ്മയുടെ സോളോ ബിക്കിനി ഡാൻസ് വെച്ച് TV-യിൽ മാത്രം ശ്രദ്ധ കൊടുത്തു. അവൻ്റെ പ്രവൃത്തിയിൽ അല്ലുവിന് ദേഷ്യം വന്നു. അവളെ നേരെ അവനോട് ചാനൽ മാറ്റാൻ പറഞ്ഞതും അവൻ അവളെ പുച്ഛിച്ചുകൊണ്ട് റിമോട്ട് എടുത്ത് തൻ്റെ ടീഷർട്ടിനുള്ളിൽ കുത്തി തിരുകി.
എന്തിനാ? അതിനെന്നെ. ഇനി എങ്ങാനും ഒരു റിമോട്ട് ഫൈറ്റ് നടന്നാൽ ഇത്തിരി കളറായിക്കോട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞു ചുണ്ടു കൂർപ്പിച്ച് അവൾക്കൊരു ഉമ്മ പുറത്ത് വിട്ട് ഒരു ലോഡ് രതിച്ചേച്ചി എക്സ്പ്രഷൻ വിട്ട് താടിക്ക് കൈയും കൊടുത്ത് ടി വിയിൽ നോക്കിയിരുന്നു. ടി വി ഓഫ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ഉറങ്ങണം, അവൾ പറഞ്ഞു. ഉറങ്ങിക്കോ. ഛേ, നാണമില്ലല്ലോ ഇങ്ങനെ വല്ലവളുമാരുടെ വസ്ത്രക്ഷാമ പേക്കൂത്ത് കാണാൻ. വസ്ത്രക്ഷാമ പേക്കൂത്ത്? യു മീൻ ബിക്കിനി ഡാൻസ്? മലയാളം ടീച്ചറേ, എന്നാ കേട്ടോ, എനിക്കിത്തിരി നാണം കുറവാ. എന്ത് ചെയ്യാം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണാനേ നമുക്ക് വിധിയുള്ളൂ. പറ്റിയ പുതിയ സിനിമയിൽ ഒരു ബിക്കിനി ഡാൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അല്ലു അർമാൻ ബിക്കിനി ഡാൻസ് കഥയ്ക്ക് മാച്ചാവില്ല. ഞാനും സനയും തമ്മിലുള്ള ഭാഗം വരുന്നുണ്ടല്ലോ. ഞാനും അവളും കൂടി ഗോവയിലെ ബീച്ചിൽ ഒരു ബിക്കിനി ഡാൻസ്. സന സ്വപ്നം കാണുകയാണ് ആ സീൻ. അങ്ങനെ മതി. പറ്റിയ ആദ്യം ബിക്കിനി ഡാൻസ് ഇറക്കണം. അപ്പോഴേ സിനിമ കാണാൻ ആൾക്കാർക്കൊരു ത്വരയൊക്കെ ഉണ്ടാവുള്ളൂ. അർമാൻ ഓരോന്ന് പറയുന്നുണ്ട്. അല്ലുവിൻ്റെ മുഖം ബലൂൺ പോലെ വീർത്തിട്ടുണ്ട്. അവൾ അർമാനെ കൂർപ്പിച്ചു നോക്കി. അല്ലു, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീയും ബിക്കിനി വന്നോളൂ. അവൻ പറയുന്നത് കേട്ടതും അവൾ ദേഷ്യത്തോടെ ബെഡിൻ്റെ ഒരു വശത്ത് വന്ന് കിടന്നു. തൻ്റെ പറച്ചിൽ അവൾ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുന്ന കരുതി അർമാൻ ഇപ്പം ആരായി? സ്വഭാവം. എന്നാൽ നമുക്ക് എൻ്റെ ഒരു ആക്ഷൻ മൂവി ഒരുമിച്ച് കണ്ടാലോ? അല്ലെങ്കിൽ വേണ്ട, നാളെ കാണാം. റിമോട്ട് നീ തന്നെ ടി വി ഓഫ് ചെയ്തേക്കെന്നും പറഞ്ഞ് അവൾക്ക് നേരെ റിമോട്ട് നീക്കിയതും റിമോട്ടൊന്ന് കൈകൊണ്ട് തൊടുക പോലും ചെയ്യാതെ അവൾ അവനെ പുച്ഛിച്ച് തിരിഞ്ഞു കിടന്നു. അങ്ങനെ ശശിയോട് ശശിയായിരിക്കുന്ന അർമാൻ പ്ലാൻ ബിക്കുള്ള ആലോചനയിലാണ്. അതിനിടയിൽ അവളുടെ ആ കിടത്തം അവൻ്റെ കൺട്രോൾ കളയുന്നുണ്ട്. ഛേ, ഇത്രയും നേരം വെറുപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ഫ്രഞ്ചെങ്കിലും ഒപ്പിക്കായിരുന്നു. പടച്ചോനെ, ഇനിയിപ്പോൾ ഞാൻ എന്തും പറഞ്ഞ് ഫ്രഞ്ചാൻ പോകും. വല്ല മഴക്കോളും ഉണ്ടാവോ എന്നും മനസ്സിൽ പറഞ്ഞു തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ ഏന്തി വലിഞ്ഞു നോക്കി. ഇനിയിപ്പോൾ കൊച്ചിന് ഇടിമിന്നൽ പേടിയാണെങ്കിൽ അതൊരു പിടിവള്ളിയാണല്ലോ. എവിടെന്ന് മഴക്കോള് പോയിട്ട് ഒരില പോലും അനങ്ങുന്നില്ല. പടച്ചോനെ, ആ തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ ഒരു കോക്രോച്ചിനെ അങ്ങ് ലാൻഡ് ചെയ്യിപ്പിക്കാൻ വല്ല വകുപ്പുണ്ടോ? ഇല്ലല്ലേ. അർമാൻ ഓരോന്ന് ചിന്തിക്കുന്നുണ്ട്. ഇനി ഒന്നും നോക്കാനില്ല, നേരിട്ട് ചെന്നങ്ങ് കെട്ടിപ്പിടിച്ചാലോ? വേണ്ട. ഇന്നലത്തെ വീഴ്ചയുടെ ഓർമ്മ വന്നതും അത് വേണ്ടെന്ന് വെച്ച് അവൻ പിന്നെയും ആലോചനയിലാണ്ടു. യെസ്, കിട്ടി. കോക്രോച്ച് ഇല്ലെങ്കിൽ ഉണ്ടാക്കും ഞാൻ. അല്ലെങ്കിൽ കോക്രോച്ച് വേണ്ട, തുമ്പി മതി എന്നും പറഞ്ഞ് പെട്ടെന്ന് അവൻ അവളുടെ മേലേക്ക് വീണ് ഇറുകെ പുണർന്നതും അവൾ ഈർഷ്യയോടെ അവനെ പിടിച്ചു മാറ്റി എഴുന്നേറ്റിരുന്ന് എന്താ എന്ന പോലെ നോക്കിയതും ഒരു തുമ്പി എൻ്റെ മേലെ വന്നിരുന്ന് എന്നും പറഞ്ഞവൻ പേടി അഭിനയിച്ചു. അയ്യേ, തുമ്പിയോ എന്നുള്ള അവളുടെ എക്സ്പ്രഷൻ കണ്ട് എനിക്ക് കുഞ്ഞുനാളിലെ അവറ്റകളെ പേടിയാ. ശരിക്കും തുമ്പി തന്നെയാണോ അതോ കടന്നലാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്നും പറഞ്ഞു ഒരുവിധം നാണക്കേടിൽ നിന്ന് ഒഴിവായി. കടന്നൽ കടിച്ച എൻ്റെ വല്ലിപ്പയുടെ ഉപ്പ പണ്ട് മരിച്ചേ എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ കണ്ണു മേഴിച്ചു. കടന്നൽ കടിക്കാറില്ല, കുത്താറാ പതിവ്, അവൾ തിരുത്തി കൊടുത്തു. എന്ത് കൂതാറയായാലും ലവൻ ഇവിടെ എവിടെയോ ഉണ്ട് എന്നും പറഞ്ഞ് ലൈറ്റിട്ട് തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നതിനിടയിൽ മനഃപൂർവ്വം അവളുടെ നൈറ്റ് മുട്ടുവരെ പൊക്കിയതും അവൾ അവനെ ദഹിപ്പിച്ചു നോക്കി തൻ്റെ നൈറ്റ് പിടിച്ച് താഴ്ത്തി. അല്ല, ഇനിയിപ്പോൾ അവിടെ എങ്ങാനും ഒളിച്ചിരിപ്പുണ്ടല്ലോ. ഇപ്പോഴത്തെ കടന്നലിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവനെ പിന്നെയും കൂർപ്പിച്ചു നോക്കി. എന്നാൽ ഇതെവിടെ പോയി എന്നും പറഞ്ഞ് അവൻ തലയണ എടുത്ത് നോക്കി. ആദ്യം അവളുടെ പില്ലോ എടുത്ത് പിന്നെ അവൻ്റെയും. അപ്പോഴാണ് അതിനിടയിൽ കിടക്കുന്ന അവളുടെ കോട്ട് കാണുന്നത്. ദേ എൻ്റെ ഡ്രസ്സ് എന്നും പറഞ്ഞ് അവളത് എടുത്തിട്ടതും അപ്പോഴാണ് അവൻ തനിക്ക് പറ്റിയ അമ്മളെ മനസ്സിലാവുന്നത്. നിങ്ങൾ കടന്നലിനെയും തപ്പി അവിടെ ഇരുന്നു, ഞാൻ ഉറങ്ങാൻ പോവാ എന്നും പറഞ്ഞ് അവൾ കോട്ടും ധരിച്ച് ഉറങ്ങാൻ കിടന്നതും ബിക്കിനി പ്രതീക്ഷിച്ചു പ്ലിക്കിനിയായ അർമാൻ താടിക്ക് കൈയും കൊടുത്ത് പ്ലാൻ സിയിലേക്ക് കാലെടുത്ത് വെച്ചു. എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു എന്തോ. ഷെടാ, ഇതിപ്പോൾ ബംഗാളി റീൽസിനെ വെല്ലുന്ന ട്വിസ്റ്റായി പോയല്ലോ. ആ കോട്ടിടുന്നതിന് മുൻപ് കാണാനൊക്കെ ഒരു മെനയൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എന്തോന്ന് കാണാൻ, മിണ്ടാതിരുന്ന് സീൻ പിടിച്ചാൽ പോരായിരുന്നോ? അതാണ് കാരണവന്മാർ പറയുന്നത് അത്യാഗ്രഹം ആപത്തെന്ന്. പണ്ട് പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥ എന്തോരം വായിച്ചതാ. എന്നിട്ടും തനിക്ക് ബുദ്ധിയില്ലാതായി പോയല്ലോ. ലജ്ജാവഹം അർമാൻ മാലിക്, ലജ്ജാവഹം. അർമാൻ സ്വയമേ ഓരോന്ന് പറയുന്നുണ്ട്. അതെ, ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യോ എന്നുള്ള അവളുടെ പറച്ചിൽ കേട്ട് ഇനിയിപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് എന്ത് തേങ്ങ കാണാനാ എന്ന് മനസ്സിൽ പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് അവനും കിടന്നു. അല്ല, നമുക്കിടയിൽ ഇത്രയും ഗ്യാപ്പ് എന്തിനാ? ഇവിടെ നാഷണൽ ഹൈവേ വരാനൊന്നും പോണില്ലല്ലോ എന്നും പറഞ്ഞ് അവളെ തൊട്ടുരുമി കിടന്ന് അവൾ അപ്പോഴും മുഖം തിരിഞ്ഞ് കിടപ്പാണ്. നിനക്ക് പേടിയുണ്ടെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചോളൂട്ടോ എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾക്ക് ചിരിയും വരുന്നുണ്ട്. പക്ഷേ അവൾ തിരിഞ്ഞു നോക്കിയില്ല. തുമ്പി അവളുടെ കയ്യിലൂടെ പതിയെ തലോടിക്കൊണ്ട് അവനത് പറഞ്ഞതും അവൾ അവനെ നേരെ തിരിഞ്ഞു കിടന്ന് എന്താ എന്ന പോലെ അവനെ നോക്കി. അല്ല, ആ തുമ്പി എവിടെ പോയി കാണും എന്തോ എന്നും പറഞ്ഞ് അവൻ അവളുടെ കൈയെടുത്ത്
ഒന്നും അറിയാത്ത പോലെ ചുംബിച്ചു. തുമ്പിയല്ലല്ലോ കടന്നലല്ലേ എന്നും വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. അവൾ അവൻ്റെ കൈയെടുത്ത് മാറ്റി. യെസ്, കടന്നൽ. എന്നാലും അതവിടെ പോയി. അതിനിടയിൽ അവൻ്റെ കൈ അവളുടെ നൈറ്റിയുടെ കോട്ടിൻ്റെ വള്ളിയിൽ എത്തി നിന്നു. നൈസായി അവനത് അഴിക്കാൻ നേരം അവൾ അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. അമേയ ശർമ്മയുടെ ബിക്കിനി ഡാൻസ് കാണാമെന്ന് കടന്നലാവും. ഇയാൾ പേടിക്കണ്ട, അത് ഉപദ്രവിക്കത്തില്ല എന്നും പറഞ്ഞ് അവൾ അവൻ്റെ കൈയെടുത്ത് മാറ്റി പുച്ഛിച്ചു. അതെ, ഞാനൊരു സത്യം പറയട്ടെ, ഈ കോട്ടിടാതെ നിനക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട്. നിന്റെ ഫിഗറൊക്കെയും നന്നായി എടുത്ത് കാട്ടുന്നുണ്ട്. നമ്മളൊക്കെ പാവങ്ങളാണേ, നമുക്കെന്ത് ഫിഗർ? അല്ലു അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഈ അല്ലുവിൻ്റെ ഒരു തമാശ, ഒരൊറ്റ ഉമ്മ വെച്ച് തരൂട്ടോ എന്നും പ്രത്യേക ഈണത്തിൽ പറഞ്ഞു. അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എനിക്ക് നിന്നെ അങ്ങനെ കാണണം പെണ്ണെ, പ്ലീസ്. അർമാൻ നല്ല അന്തസായി കെഞ്ചി. അമേയ ശർമ്മയുടെ ബിക്കിനി ഡാൻസ് കണ്ട് ഒരുപാട് രസിച്ചില്ലേ? ഇനി ഇങ്ങോട്ട് അതൊക്കെ കണ്ട് അങ്ങ് ഉറങ്ങിയേച്ചാൽ മതി. ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി. 2 ഓലക്കീറും തുണി ഇങ്ങോട്ട് എടുത്തോ, അർമാൻ മനസ്സിൽ പറഞ്ഞു. അല്ല അല്ലു, ശരിക്കും അമ്മയെ നിന്റെ അത്രയും വരില്ല. എൻ്റെ പേര് അല്ലല്ലു എന്നല്ല. അയ്യോ അങ്ങനെയല്ല, അല്ല അല്ലു എന്ന് പറഞ്ഞതാ. ഓ എന്നും പറഞ്ഞവൾ തിരിഞ്ഞു കിടന്നു. അല്ലു, ഒരു ഭാര്യയുടെ മുന്നിൽ വെച്ച് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. നിന്നെ പോലൊരു സുന്ദരിയായ പെണ്ണിനെ കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവാനാ. ഈ സിനിമ കഴിഞ്ഞാൽ ഞാൻ നിന്നെ മീഡിയയ്ക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിന്റെ മുന്നിൽ അമേയ ശർമ്മയൊക്കെ വെറും സീറോയാ. ഈ ഡ്രസ്സിൽ തന്നെ നീ എന്തൊരു ഹോട്ടാണെന്നറിയോ. അപ്പം പിന്നെ ബിക്കിനി വന്ന ഷോ എനിക്ക് ഓർത്തിട്ട് കുളിര് കോരുക. ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ നേരെ കിടത്തിയതും അവൾ അപ്പോഴേക്കും ഉറക്കം പിടിച്ചിരുന്നു. ഷടാ, ഇത്രയും വേഗം ഉറങ്ങിയ? ഞാൻ വായിലെ വെള്ളം വറ്റിച്ചത് മിച്ചം എന്നും പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. അവളുടെ നിഷ്കളങ്കമായ കിടത്തം കണ്ട് അവൻ അവളോട് വാത്സല്യം തോന്നി. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടിയൊതുക്കി അവളുടെ നെറുകയിൽ ചുംബിച്ചു. മലർന്നു കിടന്നുകൊണ്ട് അവളുമായ പ്രണയ നിമിഷങ്ങളിലെ ഓർമ്മകളിലേക്ക് ചേക്കേറി. ഒടുവിൽ എപ്പോഴോ അവനും ഉറങ്ങിയിരുന്നു. പിറ്റേന്ന് രാവിലെ പുതിയ സിനിമയുടെ നായികയെ സെലക്ട് ചെയ്യാനുള്ള ഓഡിഷന് വേണ്ടി അർമാൻ്റെ ഉടമസ്ഥതയിലെ സ്റ്റുഡിയോയിലേക്കുള്ള യാത്രയിലാണ് അർമാനും അല്ലുവും. കൂടെ ആഷിയുണ്ട്. ചാർജിങ് കേബിൾ പൊട്ടിച്ചെന്നും പറഞ്ഞ് ഡ്രൈവിങ്ങിനിടയിൽ അർമാൻ ആഷിയെ പഴിക്കുന്നുണ്ട്. താനല്ലെന്ന് ആഷി ഒരുപാട് തവണ പറഞ്ഞു നോക്കി. ആര് കേൾക്കാൻ? ഒടുവിൽ രണ്ടും കൂടി അടികൂടും എന്നായപ്പോൾ താനാണിത് പൊട്ടിച്ചതെന്നും പറഞ്ഞ് അല്ലു കുറ്റം സമ്മതിച്ചു. അതിനുള്ള കാരണം അവൾ പറഞ്ഞത് കേട്ടതും അർമാൻ അവളോട് പ്രണയത്തിൽ ചാലിച്ചൊരു വാത്സല്യം തോന്നി. അവനത് പുറത്ത് കാണിക്കാതെ ഏറെ പിടിച്ചിരുന്നു. സ്ഥലം എത്തിയതും ആഷ അർമാനെ നോക്കി ദഹിപ്പിച്ചു വണ്ടിയിൽ നിന്നിറങ്ങി. അർമാൻ അല്ലുവിനെ നോക്കിയതും അവളുടെ മുഖം വാടിയിട്ടുണ്ട്. പോട്ടെ, സാരമില്ല, ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് എന്നും പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിച്ചു. ഇയാൾ എൻ്റെയാ, എൻ്റെ മാത്ര. എനിക്കിഷ്ടമല്ല ഒന്നും എന്നും പറഞ്ഞ് നിറയാൻ വെമ്പുന്ന മിഴികളെ ശാസിച്ചു വണ്ടിയിൽ നിന്നും എഴുന്നേറ്റ് നടന്നു. അവളുടെ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ കുളിർ മഴയായി പെയ്തിറങ്ങി. പുതിയ സിനിമയെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അർമാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിരുന്നു. നെഗറ്റീവ് കമൻസ് കൊണ്ട് ഇൻബോക്സ് നിറഞ്ഞെങ്കിലും അതൊന്നും തന്നെ ബാധിക്കില്ല എന്ന പോലെ അർമാൻ കൂളായിരിപ്പാണ്. പുതിയ നായികമാരെ അന്വേഷിക്കുന്നു എന്നുള്ള പോസ്റ്റ് കണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അർമാൻ മാലിക് എങ്ങനെ ആയാലും നമുക്കെന്താ, എങ്ങനെയും സിനിമയിൽ എത്തണം എന്ന് കരുതി പെൺപിള്ളേർ പുട്ടിയടിച്ച് കെട്ടിയൊരുങ്ങി വന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും കാന്താരികൾക്ക് അവനിപ്പോഴും ഹബീബിയാണ്. 1.5 കിലോ പുട്ടിയടിച്ച് വന്നവന്മാരെ കണ്ടതും അല്ലുവിൻ്റെ മുഖം വാടി. ആരാ സാർ ഇത്? അർമാൻ്റെയും ആഷിയുടെയും തൊട്ടരികിലിരിക്കുന്ന അല്ലുവിനെ കണ്ട് അഭിനയിക്കാൻ വന്ന പെൺകുട്ടി തിരക്കി. ഇവൻ്റെ പെങ്ങളാ. അർമാൻ്റെ മറുപടി കേട്ട് അല്ലുവിൻ്റെ മുഖം വാടി. അപ്പോൾ ഈ കൊച്ചോ? ക്യാമറമാനായിരുന്നു അത് ചോദിച്ചത്. അത് അവളുടെ കൊച്ച്, അവളുടെ കയ്യിലിരിക്കുന്നത് അവളുടെ കൊച്ചല്ലാതെ തൻ്റെ കൊച്ചായിരിക്കും എന്നുള്ള ആഷിയുടെ മറുപടി കേട്ട് ക്യാമറമാൻ വേണ്ടിയിരുന്നില്ല എന്ന പോലെ മിണ്ടാതിരുന്നു. സാറിൻ്റെ മാരേജ് ഉടനെ ഉണ്ടാവോ? കാന്താരി നമ്പർ 2 ആയിരുന്നത് ചോദിച്ചത്. അഭിനയിക്കാൻ വന്നാലേ അഭിനയിച്ചിട്ട് പോകണം, അല്ലാതെ ഇൻ്റർവ്യൂ എടുക്കാൻ നിൽക്കരുത്. സാറിൻ്റെ മാരേജിൻ്റെ സദ്യ ഉണ്ണാൻ കുട്ടി ഉറപ്പായും വിളിക്കും. ആഷിക്ക് പെരുത്ത് കയറി. ഇവനാരാ ഇങ്ങനെയൊക്കെ പറയാൻ എന്ന പോലെ വന്നവരൊക്കെ ആഷിയെ നോക്കുന്നുണ്ട്. നോട്ടത്തിനർത്ഥം മനസ്സിലായ അർമാൻ ഇവൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞ് ആഷിയെ പരിചയപ്പെടുത്തി. പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞതും എല്ലാവരും വായും പൊട്ടിയിരുന്നു. അല്ലുവാകാൻ രമ്യ എന്ന് പറയുന്ന പെണ്ണാണ് ആദ്യം വന്നത്. അർമാനായുള്ള കോമ്പിനേഷൻ സീൻ ആയതുകൊണ്ട് ഇരുവരും മുഖാമുഖം നിന്നിട്ടുണ്ട്. അല്ലു വെടികൊണ്ട് അർമാൻ്റെ കൈകളിലേക്ക് തളർന്നു വീഴുന്ന സീനാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ പെണ്ണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ പറഞ്ഞു കൊടുത്ത ഡയലോഗ്സൊക്കെയും ഒരുമാതിരി പറഞ്ഞൊപ്പിച്ചു. ശേഷം വെടികൊണ്ട് അർമാൻ്റെ കൈയിലേക്ക് തളർന്നു വീഴുന്ന സീൻ വന്നതും
അത് കണ്ട് അല്ലുവിന് ഹാലിളകി.